ബിഗ് ബോസിൽ പോകുന്നുണ്ടോ, ബിഗ് ബോസിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ഒത്തിരി മെസ്സേജസ് വരുന്നുണ്ട്. സീസൺ 7 കാണുന്നുണ്ടോ ബിഗ് ബോസ്? ഓ തീർച്ചയായും. ഞങ്ങൾ രാത്രി ഞങ്ങള് എന്താ ലൈവ് കാര്യങ്ങളൊക്കെ കാണും, പിന്നെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. ബിഗ് ബോസിന്റെ ഷോകളൊക്കെ നല്ല ഇഷ്ടമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ സീസൺ ആയിരുന്നു പൊളി അല്ലേ? ആ സമയത്ത് ഞങ്ങൾ കുറെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, റിയാക്ഷൻ വീഡിയോ. ജാസ്മിൻ ഗബ്രി ആ സീസണൊക്കെ. ഇപ്രാവശ്യം ഒന്ന് നമുക്ക് ഇവരായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് വരാനുണ്ട് അല്ലേ? ഇപ്പൊ അതായത് നമുക്കിപ്പോ മെയിൻ ആയിട്ട് നമുക്ക് രേണുസുദിന്റെ ഗെയിം കാണാൻ ഒരു താല്പര്യം പൊതുവെ മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. ഇവരൊക്കെ അവിടെ എന്ത് ചെയ്യും, സോഷ്യൽ മീഡിയയില് ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകളെ നമുക്ക് അതായത് ഒരു ഫേസ് വാല്യൂ ഇല്ല ആളുകൾ അവിടെ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഒരാഗ്രഹം, ഒരു ത്വര ഉണ്ടാവുമല്ലോ. പക്ഷെ ആ ഒരു ത്വരക്കുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഇപ്പോഴത്തെ ഒരു കണ്ടസ്റ്റൻസിനെ കൊണ്ടൊന്നും പറ്റിയിട്ടില്ല. എനിക്കത് ആ അക്ബറൊക്കെ കുഴപ്പമില്ല അല്ലേ? അക്ബർ, ഷാനവാസ്, അപ്പാനി, പിന്നെ മറ്റേ ഷാനവാസ് വിഷാന്ന് പറഞ്ഞ ബെന്നി, അത് നല്ലൊരു. ബാക്കിയൊക്കെ സത്യം പറഞ്ഞ ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല. വ്യക്തിപരമായിട്ട് ചിലപ്പോ ഇപ്പൊ രഞ്ജിത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണ്, പക്ഷെ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല. പിന്നെ രേണുസുതി എന്ന് പറഞ്ഞാല് രേണുസുതി പുറത്തോ രേണുസുതിയാണ് രാജാവ്, ഉള്ളിൽ പോയപ്പോ രാജാവിന് വേണ്ടിയിട്ട് അടിയാണ്. അപ്പൊ രേണുസുതിക്ക് ഇങ്ങനെ തോന്നുക, ഞാൻ എന്തിനു ഇവിടെ തല്ലോടണം, ഞാൻ ഓൾറെഡി രാജാവാണല്ലോ. ആ ഒരു സ്ട്രാറ്റജിയാണ് അവർക്ക്. അതിന്റെ ആവശ്യമില്ല, എനിക്കിതില്ലെങ്കിലും വേറെ വകുപ്പുണ്ട് എന്നില്ല. മെയിനായിട്ട് ബിഗ് ബോസിൽ ഫെയിമിന് വേണ്ടിയിട്ട് വരുന്ന ആളുകളാണ്. ഓൾറെഡി ഫെയിം നേടി വരുന്ന ഒരാൾക്ക് പ്രത്യേകിച്ച് പിന്നെ ഒരു ഫെയിം നേടിയെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് ആ ഒരു രേണുസുതിയുടെ ഗെയിമൊക്കെ ഫ്ലോപ്പ് ആകാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം. ഷാരിക ആണെങ്കിലൊക്കെ അത് തന്നെയാണ് അവസ്ഥ. ഇനിയുള്ള പ്രതീക്ഷ ഈ വൈൽഡ് കാർഡ്സ് വരുമ്പോൾ അതിൽ നല്ലൊരു പ്രതീക്ഷ കൊടുക്കാനേ പറ്റുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു 5-6 പേരൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് കൂടുതൽ കണ്ടസ്റ്റൻസ് ഉണ്ടായാലുള്ളൊരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ എവിടെങ്കിലൊക്കെ ആയിട്ട് ഏതെങ്കിലും സമയത്ത് നല്ലൊരു കണ്ടന്റ് ഉണ്ടാവും. മനസ്സിലായോ? ആളുകൾ കുറയുമ്പോൾ അവിടെ കണ്ടന്റിന് പരിമിതികളുണ്ടാവും, പിന്നെ നമുക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. നേരെ മറിച്ച് കൂടുതൽ ആളുകളെ സ്പ്രെഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ആയിട്ട് ആരെങ്കിലും ഒരതിയിട്ടായാലും, ഇപ്പൊ ഞാനും നീയും ഉണ്ട്, ഞാനും മൂപ്പരുണ്ട്, ഞാനും ഇവളുണ്ടെങ്കിൽ ഈ ഇവളൊരു പ്രശ്നമില്ലെങ്കിലും ഞാനും നീ ഒരു പ്രശ്നം വരും. അങ്ങനെ പരസ്പരം എവിടെങ്കിലും ആയിട്ട്, അതായത് ഈ 1 hour ഇവർക്ക് എപ്പിസോഡ് ഉണ്ടാകുന്ന കണ്ടന്റ് എന്തായാലും ആളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കിട്ടും. അതുപോലെ ഈ എലിമിനേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, 2-3 പേരൊക്കെ ഒരു എലിമിനേഷനിൽ തന്നെ ലാലേട്ടം വരുമ്പോൾ നല്ലൊരു പെർഫോമൻസ് ടാസ്കിലൂടെ ഒക്കെ പുറത്താക്കാനും, ഈ എലിമിനേഷനൊക്കെ ആണല്ലോ നമുക്ക് മെയിൻ ആയിട്ടൊരു സംഭവം കണ്ടിരിക്കുന്ന സംഭവങ്ങൾ. അപ്പൊ അതിനൊക്കെ പറ്റും ആള് കൂടുമ്പോൾ. നേരെ മറിച്ച് കുറച്ച് ആളുകളാവുമ്പോൾ ഇവരുടെ ഒക്കെ ഗെയിം നമുക്ക് എന്ത് ചെയ്യും, മനംമടുപ്പ് വരും. അപ്പൊ ഞാൻ തന്നെ നിന്നോട് കുറെ സംസാരിച്ചു, അല്ലെങ്കിൽ നീ ഞങ്ങളോട് കുറെ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു മടുപ്പ് വരും. ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഈ ഗെയിമിനെ കുറിച്ചൊക്കെ. ബിഗ് ബോസ് മെറ്റീരിയൽ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബിഗ് ബോസ് മെറ്റീരിയൽ ആണെന്ന് ചോദിച്ചാൽ പക്ക ഞാൻ പറഞ്ഞല്ലേ, അതായത് ഇപ്പോഴുള്ള ബിഗ് ബോസ് എന്നുള്ളതല്ല, ഇപ്പത്തെ ഈ സീസണിലെ ബിഗ് ബോസ് എന്നുള്ളതല്ല. ഇതുവരെ കഴിഞ്ഞ ഏത് സീസണിലും ഞാനതിൽ കാല് കുത്തിയിട്ടുണ്ടെങ്കിൽ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത മാതിരി കാര്യം. ഞങ്ങളെ വീട്ടിൽ തന്നെ പ്രശ്നം ഉണ്ടാക്കണ മെയിൻ ആണ്. അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ലപോലെ പോണത് ഇഷ്ടം. തിരിച്ച് അലമ്പാക്കി അതൊരു പരിവാക്കി ഓന് ചത്തു എന്ന് പറഞ്ഞ അതിന്റെ മേലെ ഒരു വാഴം വെച്ചിട്ടിട്ടേ തിരിച്ചു വരുള്ളൂ. അതായത് വാക്കുപോലും കൊണ്ട് എന്നെ തോൽപ്പിക്കാൻ കഴിയുമെന്നുള്ളത് ഒരാളും വിചാരിക്കണ്ട. മനസ്സിലായോ? അത് അൾട്ടിമേറ്റ് പെർഫോമൻസ് ആയിരിക്കും. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുന്ന സമയത്ത് ഐ വിൽ ഷോ മൈ ഷോ, ഷോ. ദിലീപ് പറഞ്ഞ പോലെ ഇനി അവന്മാരുടെ ഒരു കളി നടക്കില്ല, വരുന്നത് അവന്മാരുടെ ഒക്കെ തന്തയെ അറിഞ്ഞിട്ടാ ഞാൻ ചെല്ലുന്നെ. അങ്ങനെ ഒരു എൻട്രി ഉണ്ടെങ്കിൽ കപ്പ് കട്ടിട്ടാണെങ്കിൽ ഞാൻ എത്തിച്ചിരിക്കും. ഞാനതിന് ചെല്ലുമ്പോ തന്നെ ഞാൻ എല്ലാവരോടും ചോദിക്കും, ഇതില് കപ്പ് എടുക്കാൻ വേണ്ടിട്ട് വന്ന ആരെങ്കിലും ഉണ്ടോ ചോദിക്കും. എന്നാ പിന്നെ ഓരോ ടാർഗറ്റ് ചെയ്താൽ മതിയല്ലോ. അവരുണ്ടെങ്കിൽ അവിടെ മാറി നിൽക്കാൻ പറയും, ബാക്കിയുള്ളവരൊക്കെ സേഫാണ്. പിന്നെ എനിക്ക് അവരെ തകർത്ത് എനിക്ക് കപ്പെടുത്ത് പോരാലോ. അപ്പൊ ഇവള് പറയണേ, അപ്പൊ നിങ്ങൾ അങ്ങനെ പറയുമ്പോ തന്നെ ഒരു ചായ പോയിക്കോ.
പക്ഷെ ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ സജീവമായിട്ട് നിൽക്കുന്ന സമയത്ത് എപ്പോഴും നെഗറ്റീവിനെക്കാട്ടും പോസിറ്റീവ് ഇമേജ് വേണം എന്നാണ് ആഗ്രഹിക്കുന്നവര്. പ്രത്യേകിച്ച് ഒരു യൂട്യൂബ് വ്ളോഗേഴ്സ് എന്നതിൽ ഫാമിലി വ്ളോഗേഴ്സ് എന്നതിൽ എപ്പോഴും ഒരു പോസിറ്റിവിറ്റി ആളുകൾക്ക് ഒരു ഇഷ്ടം തോന്നണം എന്നാണ്. ബിഗ് ബോസിന് പോയതിനു ശേഷം ഇപ്പൊ നെഗറ്റീവായിട്ട് തിരിച്ചു വന്ന ഒത്തിരി പേരുണ്ട്. അങ്ങനെ ഒരു പേടിയുണ്ടോ ശരിക്കും അങ്ങനെ പോകുന്ന സമയത്ത്? ഇല്ല, എനിക്ക് നെഗറ്റീവാണ് ഇഷ്ടം. അതായത് പൊതുവെ ഇപ്പൊ ഈ ബിഗ് ബോസിന്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, അത് ഇവരുടെ കണ്ടന്റിനുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഇവര് ഇതിലേക്ക് കയറ്റിവിടുന്ന ആളുകൾക്ക് ഫെയിം നിർബന്ധമാണ്, ചെറിയൊരു ഫെയിമെങ്കിലും വേണം. അങ്ങനെ ഫെയിം ഉള്ള ഒരാളെ കയറ്റുമ്പോൾ അവിടെ ഒരു വിരോധാഭാസം നടക്കുന്നത് എന്താ വെച്ചാൽ, ഇവർ ഇമേജ് കോൺഷ്യസ് ആയിരിക്കും. അതായത് പുറത്ത് ഓൾറെഡി ഒരു പേരുണ്ട്, ആ ഒരു സംഭവം ആ പേര് ചീത്തപ്പേരാവോ എന്നുള്ള ഒരു പേടി കൊണ്ട് കളിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മളെപ്പോലുള്ള ആളുകൾ, നമുക്ക് ഇമേജ് അറിയണത് മൊബൈലിലെ ഗാലറിയിലുള്ള ഇമേജ് മാത്രമേ ഉള്ളൂ, വേറൊരു ഇമേജ് ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരിക്കലും ഇമേജ് കോൺഷ്യസ് അല്ല. അതുകൊണ്ട് നമ്മൾ അടിക്കണോനെ തിരിച്ചടിക്കണോനെ അടിക്കും, അടിക്കാൻ നിൽക്കണോനെ അടിക്കും, അടിക്കാണ്ടാന്ന് വിചാരിക്കണോനെ അടിക്കും, അങ്ങനെ നിരത്തി അടിക്കും. ലാലേട്ടനെ വെച്ച് എല്ലാരും അടിക്കും അല്ലേ? നമുക്ക് പ്രാർത്ഥിക്ക് എന്തെങ്കിലും ഒരു സീസണില് മുനിക്കലിന്റെ മാസ് എൻട്രിക്ക് വേണ്ടി കപ്പെടുത്ത് വരുന്ന അൻഷിപ്പിക്കനെ ഞങ്ങൾ ഓർക്കണേ. കപ്പ് ഞാൻ പറഞ്ഞില്ലേ, കപ്പ് വേറെ ആയിരിക്കും കൊടുക്കണ, ഈ 2 കപ്പ് വേണ്ടി വരും. കാരണം ഒന്ന് എനിക്കാണല്ലോ, ആ ഒരു ഓൾറെഡി എനിക്കൊരു കപ്പ് വേണമല്ലോ. അല്ല, ഇപ്പൊ ബിഗ് ബോസിലുള്ള അനീഷ് ഉണ്ടല്ലോ, അതിന്റെ കുറച്ച് ചായ കാക്കുവേണ്ടി ഓനിങ്ങനെയാണല്ലോ, ഇങ്ങനെ ചൊറിഞ്ഞ ആൾക്കാരെ പ്രൊവോക്ക് ചെയ്യുമല്ലോ, അതിന്റെ പക്ഷെ ഓനക്ക് അത് മാത്രമേ ഉള്ളൂ. അനീഷിന് ആ ഒരു കണ്ടന്റ് മാത്രമേ ഉള്ളൂ, പിരികേറ്റ. കാക്കു പറഞ്ഞാൽ ഫുൾ എന്റർടൈൻമെന്റ് ഉണ്ടാവും, ലവ് കോംബോ ഉണ്ടാവും. ഞാൻ പറഞ്ഞു ബിഗ് ബോസ് എന്ന മത്സരത്തിന് വേണ്ടി എന്ത് അഡ്ജസ്റ്റ്മെന്റ് ഞാൻ തയ്യാറാണ്. എനിക്കതറിയല്ലേ, ഞാൻ എന്ത് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണ്. ഇനിയിപ്പോ ഒരാളെ ലവ് ചെയ്യണോ, ഞാൻ അങ്ങനെ വിളിക്കോ, അപ്പൊ ഞങ്ങൾക്ക് എതിരെ ഇവിടെ വീഡിയോ ഇടോ, ഓൻക്കാരും വോട്ട് അല്ലാതെ പറ്റിച്ചു. അതൊക്കെ എടി, നമ്മളൊരു കപ്പ് എടുക്കുക എന്ന് പറഞ്ഞാല് അതിനുവേണ്ടി നമ്മൾ എന്ത് സ്ട്രാറ്റജി, ഏതാ വർക്കൗട്ട് ആവണത് അത് ചെയ്യേണ്ടി വരും അല്ലേ? ലവ് കോംബോ ആണെങ്കിൽ ലവ് കോംബോ ചെയ്യേണ്ടി വരും, ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ അത്, എന്ത് കളി നമ്മള് അതെ കപ്പ് എടുക്കുക എന്നുള്ള ലക്ഷ്യമാർഗത്തെ സാധൂകരിക്കുന്ന. ഞാൻ കല്യാണം കഴിക്കൂല, ഞങ്ങൾ അവിടുന്ന് ഇങ്ങനെ ജസ്റ്റ് ഐ ലവ് യു ഒരു കെട്ടിപ്പിടുത്തൊരു ഉമ്മക്കല് അങ്ങനെയൊക്കെ ചെറിയ പരിപാടി. ഹിന്ദി ബിഗ് ബോസിലൊക്കെ എന്തൊക്കെ പരിപാടികളാ. ബിഗ് ബോസ് അല്ല, ഞാൻ അങ്ങനത്തെ ചെറിയ കട്ടിങ് ഉമ്മക്കണ സീനൊക്കെ ഞാൻ പറയട്ടെ, ഇത്രയധികം ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പൊ പ്രേക്ഷകർ ഇത് കാണുമ്പോൾ വിചാരിക്കും എന്തിപ്പോ പറയണേ, പക്ഷെ നിങ്ങൾക്കിടയിൽ അത്രയും ഒരു ഫ്രീഡം ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും പറയാൻ. ഇതെല്ലാ മനുഷ്യന്മാർക്കുള്ള സംഭവങ്ങളാണ് ഈ സംഭവങ്ങൾ. ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ എല്ലാ മനുഷ്യന്മാർക്കുള്ളതാണ്. പക്ഷെ അത് പ്രകടമായിട്ട് നമ്മളുടെ ആ ഒരു സത്യസന്ധത കൊണ്ടാണ് അത് പറയാം. ആളുകളുടെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ആക്ടിവിറ്റി, അതായത് അയാൾ പേഴ്സണലായിട്ട് ചെയ്യുന്ന സംഭവങ്ങൾ നമ്മളത് ഫ്രാങ്ക്ലി പറയണമെന്നുള്ളൊരു സംഭവം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളൂ. ആളുകൾ പറയാതെ ഇതിലും വലുത് ചെയ്യുന്നവരുണ്ട്. പിന്നെ ഞാൻ എന്ത് തെറ്റ് ചെയ്യുകയാണെങ്കിലും ഇവക്ക് അറിയാം അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥ എന്താവും എന്നുള്ളത് ഇവക്ക് നല്ലൊരു ബോധ്യമുണ്ട്. ഈ ഒരു ലിമിറ്റിന് മുകളിലേക്ക് ഞാനൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കൂല എന്നുള്ളൊരു ധൈര്യം എനിക്കുണ്ട്. പക്ഷെ എനിക്ക് ആ സ്റ്റെപ്പ് എവിടെയാണോ ഉള്ള സ്റ്റെപ്പ് എന്നുള്ളത് എനിക്ക് അറിയണോണ്ട് തന്നെ ഞാൻ ആ സ്റ്റെപ്പ് ചവിട്ടാതെ മേലത്തെ സ്റ്റെപ്പ് എടുത്തിയാടും.